ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈ ഡസ് ദ റോട്ടർ റൊട്ടേറ്റ്. റോട്ടർ റോട്ടർ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? റോട്ടർ റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മോട്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ പഠിക്കുന്നത് സ്ക്വിറക്കേജ് ഇൻഡക്ഷൻ മോട്ടറാണ്. 3 ഫേസ് സ്ക്വിറക്കേജ് ഇൻഡക്ഷൻ മോട്ടറിന് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് വൈ ഡസ് ദ റോട്ടർ റൊട്ടേറ്റ് റൊട്ടേറ്റ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഞാനിവിടെ ഈ ചിത്രം വരച്ചിട്ടുണ്ട്. ആ ചിത്രത്തിനകത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സ്റ്റേറ്റർ ഇവിടെയുണ്ട്, അതിൻ്റെ നടുക്ക് റോട്ടറാണ്, നടുക്കുള്ളത് റോട്ടറാണ്. ഈ സ്റ്റേറ്ററും റോട്ടറും തമ്മിൽ എയർ ഗ്യാപ്പ് ഉണ്ടാവും. അതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എയർ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്റ്റേറ്ററിലേക്കാണ് സപ്ലൈ കൊടുക്കുന്നത്. സ്റ്റേറ്ററിൽ സപ്ലൈ കൊടുക്കുമ്പോൾ അതിലൊരു സ്റ്റേറ്റർ ഒരു മാഗ്നറ്റിക് ലൈൻസ് ഇത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് കൊടുക്കുന്നത് സ്റ്റേറ്ററിലാണ് ഉണ്ടാകുന്നത്. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് സ്റ്റേറ്ററൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നു. അതിൻ്റെ നടുക്ക് ഇരിക്കുന്ന റോട്ടറാണ് ഈ കാണിച്ചിരിക്കുന്ന നടുക്ക്. ഈ റോട്ടറിൻ്റെ കണ്ടക്ടർ താഴെ കാണിച്ചിട്ടുണ്ട്. ഈ റോട്ടറിൻ്റെ കണ്ടക്ടറെ കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ ഈ റോട്ടറിൻ്റെ കണ്ടക്ടർ എന്താ സംഭവിക്കുന്നത്? ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ അതിന് ടോർക്ക് ഉണ്ടാകും. അങ്ങനെ ടോർക്ക് ഉണ്ടാകുമ്പോൾ ഈ റോട്ടർ ഇങ്ങനെ കറങ്ങും, വട്ടത്തിൽ കറങ്ങും. കണ്ട, ആ റോട്ടർ ഇങ്ങനെ കറങ്ങുമ്പോൾ മോട്ടർ കറങ്ങുന്നെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് വളരെ നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ പറയുമ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇത് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഏത് റോട്ടറെ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? റോട്ടറെ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ചാണ്. ആ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ആ തിയറി അനുസരിച്ചാണ് ഇത് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ റോട്ടറെ പ്രൊഡ്യൂസ് ചെയ്താൽ ഈ റോട്ടർ ഇങ്ങനെ കറങ്ങും. അതിന് പറയുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അതും നമ്മൾ പഠിച്ചതാണ്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അനുസരിച്ചാണ് ഇതൊരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് ഇതിങ്ങനെ കറങ്ങും. ഇത്രയും കാര്യമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഇനി റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്നത് സ്റ്റേറ്റർ ഈ ഡയറക്ഷനാണ്, റോട്ടറും കറങ്ങുന്നത് സെയിം ഡയറക്ഷൻ തന്നെയായിരിക്കും. അത് റോട്ടറും ഇങ്ങനെ അത് സെയിം ഡയറക്ഷൻ. ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണെങ്കിൽ കറങ്ങുന്നതെങ്കിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേറ്റർ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറങ്ങുന്നതെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തന്നെ റോട്ടറും കറങ്ങും. അപ്പം മോട്ടറും സെയിം അതുപോലെ തന്നെ കറങ്ങും. ഇനി നമ്മൾ കണക്ഷൻസ് കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കണക്ഷൻസ് 1-2 ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്നത് നമുക്ക് ക്ലോക്ക് വൈസ് ആക്കാം. അപ്പോൾ ക്ലോക്ക് വൈസ് ആണ് ഇങ്ങനെ കറങ്ങും. ക്ലോക്ക് വൈസ്, ക്ലോക്കിൻ്റെ സൂചി കറങ്ങും. അങ്ങനെ ആകുമ്പോൾ റോട്ടറിലുണ്ടാകുന്ന ഫോഴ്സും ഇങ്ങനെയായിരിക്കും, ടോർക്കും ഇങ്ങനെയായിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് തിയറി. അപ്പോൾ ഈ തിയറിയാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇനി ഇവിടെ എന്താണ് നോക്കി ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഞാൻ വായിച്ചു നോക്കാം. The reason why the rotor of an induction motor is set into the rotation is as follows. അതാണ് പറയുന്നത്. When the 3-phase stator winding are fed by a 3-phase supply, then as seen from the above, a magnetic flux of a constant magnitude but rotating at a synchronous speed is set up. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് എ കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആണ്, ബട്ട് റൊട്ടേറ്റിംഗ് അറ്റ് ദ സിങ്ക്രണസ് സ്പീഡ് ഈ സെറ്റപ്പ് എവിടെയാണ്? സ്റ്റേറ്ററിലാണ്. സ്റ്റേറ്ററിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ഇത് ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത്. ഇനി അടുത്തത് എന്താണ്? ദ ഫ്ലക്സ് പാസിംഗ് ത്രൂ ദ എയർ ഗ്യാപ്പ്. അപ്പോൾ ഈ ഫ്ലക്സ് പാസിംഗ് എയർ ഗ്യാപ്പിൽ കൂടെ ഷി പാസ് the rotor surface and so cut the rotor conductors which are yet as stationary. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇതിനകത്തൂടെ ഇങ്ങനെ കറങ്ങി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഇതിനകത്തെ റോട്ടറിന്റെ കണ്ടക്ടറെ കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ ആ റോട്ടറിന്റെ കണ്ടക്ടർ, റോട്ടർ ഇവിടെ അനങ്ങാതിരിക്കുകയാണ്, സ്റ്റേഷനറി ആയിട്ടിരിക്കുകയാണ്. അതാണ് അവിടെ പറയുന്നത്. സ്റ്റേഷനറി ആയിരിക്കുന്ന റോട്ടറിന്റെ കണ്ടക്ടറെ കട്ട് ചെയ്യുമ്പോൾ ഇത് ഒരു ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും.
അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഡ്യൂ ടു ദ relative speed between the rotating plates and the stationary conductors, an EMF is induced in the rotor conductor. അറിയാമല്ലോ, ഡ്യൂ ടു ദ റിലേറ്റീവ് സ്പീഡ്. ഏതൊക്കെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം തമ്മിലുള്ളതാണ് റിലേറ്റീവ് സ്പീഡ് ഉണ്ടായി. ഏത് ബിറ്റ്വീൻ ഏതൊക്കെ? ദ റൊട്ടേറ്റിംഗ് ഫ്ലെക്സ് എന്ന് പറയുന്നത് സ്റ്റേഷനറി റോട്ടറിന്റെ സ്റ്റേറ്ററിലെ റൊട്ടേറ്റിംഗ് ഫ്ലെക്സ്, സ്റ്റേറ്ററിൽ ഉണ്ടാകുന്ന റൊട്ടേറ്റിംഗ് ഫ്ലെക്സും ആൻഡ് ദ സ്റ്റേഷനറി കണ്ടക്ടർ എവിടെയാണ് ഇരിക്കുന്നത്? സ്റ്റേഷനറി കണ്ടക്ടർ ആൻഡ് ദ സ്റ്റേഷനറി കണ്ടക്ടർ ആൻഡ് EMF is induced into the rotating conductor. An EMF is induced in the rotor conductor. റോട്ടർ കണ്ടക്ടറെ ഒരു ഇൻഡ്യൂസ് EMF പ്രൊഡ്യൂസ് ചെയ്യും. അറിയാമല്ലോ നിങ്ങൾക്ക്. Since the current carrying rotor conductor, since the current carrying rotor conductor, according to the Faraday's laws, are into the magnetic field, a torque is produced on them. Fleming right hand rule. അപ്പോൾ ഇതെന്താണ് പറയുന്നത്? നമുക്കറിയാം, ഒരു കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു കണ്ടക്ടർ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടക്ടർ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടക്ടർ ഒരു ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ള ഫാരഡേസ് ലോസ് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? Whenever a conductor cuts the magnetic flux, an EMF will be induced in the conductor. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആ ലോ. പിന്നെ സെക്കൻഡ് ലോ എന്താണ് പറഞ്ഞത്? ഫാരഡേ സെക്കൻഡ് ലോ പറയുന്നത് the magnitude of the induced EMF is equal to the rate of change of the flux linkage. അതും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ നിയമം അനുസരിച്ച് നമ്മുടെ ഈ റോട്ടറിലെ കണ്ടക്ടറെ ഇൻഡ്യൂസ് EMF പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇവിടെ ഫാരഡേസ് ലോസ് ആർ ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. എ ടോർക്ക് ഈസ് പ്രൊഡ്യൂസ് ഓൺ ദം. പിന്നെ ടോർക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അങ്ങനെ റോട്ടറിന്റെ കണ്ടക്ടർ ഒരു കറണ്ട് കാരിയും കണ്ടക്ടറായിട്ട് മാറിയപ്പോൾ ആ കറണ്ട് കാരിയും കണ്ടക്ടറായിട്ട് മാറുമ്പം അവിടെ ഫീൽഡ് വന്ന് കറണ്ട് കാരിയും കണ്ടക്ടർ. ഫീൽഡ് എവിടെയാണുള്ളത്? സ്റ്റേറ്ററിലുണ്ട്. അവിടെ കറണ്ട് കാരിയും കണ്ടക്ടറായിട്ട് റോട്ടർ മാറി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഏത് നിയമം അനുസരിച്ചാണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഉണ്ട്. അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂൾസ്. പിന്നെ ദിസ് വിൽ മേക്ക് ദ റോട്ടർ റൊട്ടേറ്റ്. ഇങ്ങനെയാണ് റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇൻ ദ സെയിം ഡയറക്ഷൻസ് ആസ് ദാറ്റ് ഓഫ് ദ സെയിം ഡയറക്ഷൻസ് ഓഫ് ദാറ്റ് ഓഫ് ദ RMF. ഈ RMF എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലെക്സ് കറങ്ങുന്ന സെയിം ഡയറക്ഷനിൽ തന്നെ. അതാണ് ദിസ് വിൽ മേക്ക് ദ റോട്ടർ റൊട്ടേറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ. റോട്ടർ എങ്ങനെയാണ് കറങ്ങുന്നത്? ആ സെയിം ഡയറക്ഷൻ. ഏതിന്റെ? ആ സ്റ്റാർട്ട് ദ സെയിം ഡയറക്ഷൻസ് ഓഫ് ദാറ്റ് ഓഫ് ദ RMF. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, അതിന്റെ ഷോർട്ട് ഫോം ആണിത്. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ കറങ്ങുന്ന അതേ ഡയറക്ഷനിൽ തന്നെ റോട്ടറും കറങ്ങും. ഒന്നുകൂടെ ചെറിയ തോതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, AC സപ്ലൈ സ്റ്റേറ്ററിലേക്ക് കൊടുക്കുമ്പോൾ സ്റ്റേറ്ററിൽ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്ന അതേ സെയിം ഡയറക്ഷനിൽ തന്നെ റോട്ടറും കറങ്ങുന്നു. അതാണ് ഇത്രയും നേരം ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ തറവാകണം. Now consider the case where the RMF and the rotor rotations into the same directions with the same speed. ഇവിടെ നമ്മൾ പഠിക്കുന്നത് RMF എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന സ്റ്റേറ്ററിലാണ്. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും ആൻഡ് ദ റോട്ടർ റൊട്ടേഷൻ, മോട്ടറിന്റെ കറക്കവും ഇൻ ദ സെയിം ഡയറക്ഷനും സെയിം സ്പീഡിലായാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓർമ്മിക്കുക. At this condition, ഈ കണ്ടീഷനിൽ there is no relative motions between the RMF and the rotor.
ആൻഡ് ഹെൻസ് നോ കട്ടിങ് ഓഫ് ദ RMF ആൻഡ് ദ റോട്ടർ കണ്ടക്ടേഴ്സ്. അങ്ങനെ ആയി കഴിയുമ്പോൾ, അതായത് സെയിം സ്പീഡ് RMFും റോട്ടറും ഒരേ സ്പീഡിലാണ് കറങ്ങുന്നതെങ്കിൽ, ഒരേ ഡയറക്ഷനാണ് കറങ്ങുന്നത്, അവിടെ റിലേറ്റീവ് മോഷൻ ഉണ്ടാകില്ല, കട്ടിങ് ഉണ്ടാകത്തില്ല. കാരണം അവ തമ്മിൽ സ്ലൈറ്റ്ലി ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കട്ടിങ് ഉണ്ട്. ഒരേ സ്പീഡ് രണ്ട് വസ്തുക്കൾ ഒരേ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ കട്ടിങ് ഒന്നും നടക്കില്ല. അപ്പോൾ കട്ടിങ് നടക്കണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് അല്പം സ്പീഡ് കുറയണം. അപ്പം ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഒരേ സ്പീഡിലായി എന്താ സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, അറ്റ് ദിസ് കണ്ടീഷൻ, ഈ കണ്ടീഷനിൽ ദർ ഈസ് നോ റിലേറ്റീവ് മോഷൻസ് ബിറ്റ്വീൻ ദ RMF ആൻഡ് ദ റോട്ടർ ആൻഡ് ഹെൻസ് നോ കട്ടിങ് ഓഫ് ദ RMF ആൻഡ് ഹെൻസ് ആൻഡ് ദ റോട്ടർ കണ്ടക്ടേഴ്സ്. അങ്ങനെയായാൽ നോ കറണ്ട് വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ റോട്ടർ കണ്ടക്ടർ. അങ്ങനെ വരുമ്പോൾ കറണ്ട് ഉണ്ടാകത്തേ ഇല്ല, റോട്ടറെ കറണ്ട് ഉണ്ടാകത്തില്ല. കറണ്ട് ഉണ്ടായില്ല, എന്താ സംഭവിക്കുന്നത്? കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ടോർക്ക് ഉണ്ടാകുള്ളൂ. അപ്പോൾ റോട്ടറെ കറണ്ട് ഇല്ല, അപ്പോൾ ടോർക്ക് സ്വാഭാവികമായിട്ട് ടോർക്കും ഇല്ല. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നോ കറണ്ട് വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെയിം ഇൻ ദ റോട്ടർ കണ്ടക്ടേഴ്സ് ആൻഡ് നോ ടോർക്ക് പ്രൊഡ്യൂസ്ഡ്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവിടെ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ഇവിടെ മഞ്ഞ ഇത്. Therefore, അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്, ഫോർ ജനറേഷൻ ഓഫ് എ ടോർക്ക് ഉണ്ടാകണമെങ്കിൽ, അതായത് മോട്ടോർ കറങ്ങണമെങ്കിൽ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ്, വളരെ പ്രധാനപ്പെട്ടത് ഇതാണ്, ആ പോയിന്റാണ് പറയുന്നത്, സ്പീഡ് ഓഫ് ദ റോട്ടർ, ഈ എൻ എന്നുള്ളത് സ്പീഡ് ഓഫ് ദ റോട്ടർ ഈ സ്ലൈറ്റ്ലി ലെസ് ദാൻ, കുറച്ച് കുറവായിരിക്കണം, ലെസ് ദാൻ ദ സ്പീഡ് ഓഫ് ദ RMF, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫോഴ്സ്, NS. അതായത് റോട്ടറിന്റെ സ്പീഡ് എപ്പോഴും RMF, അതായത് സ്പീഡ് ഓഫ് ദ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിനെ കഴിഞ്ഞ് അല്പം കുറവ് ആയിരിക്കണം റോട്ടർ കറങ്ങുന്നത്. അങ്ങനെ കറങ്ങിയാൽ മാത്രമേ അവിടെ റിലേറ്റീവ് സ്പീഡ് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ റിലേറ്റീവ് മോഷൻസ് ഉണ്ടാവുള്ളൂ. ആ റിലേറ്റീവ് മോഷൻസ് ഉണ്ടായാൽ മാത്രമേ അത് ഇൻഡ്യൂസ് EMF റോട്ടറെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇൻഡ്യൂസ് EMF ഉണ്ടാകുന്ന മാത്രമേ അവിടെ ടോർക്ക് ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ അങ്ങനെ സാധാരണ മോട്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിനെ കഴിഞ്ഞും അല്പം കുറവായിരിക്കും റോട്ടർ കറങ്ങുന്നത്. അതറിയാമല്ലോ നിങ്ങൾക്ക്. റോട്ടറെ ലോഡ് കൊടുത്തേക്കും നമ്മളെപ്പോഴും. ലോഡ്, അതായത് റോട്ടറിലാണ് നമ്മൾ ഷാഫ്റ്റ് കണക്ട് ചെയ്ത് അതെന്നാണ് മോട്ടറിന്റെ ബെൽറ്റൊക്കെ പോകുന്നത്. അപ്പോൾ കുറച്ചേരം ലോഡ് കാണും. അപ്പോൾ ലോഡ് ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മുടെ മോട്ടറിന്റെ റോട്ടറിന്റെ സ്പീഡ് കുറവായിരിക്കും. അപ്പം അങ്ങനെ കുറവായതുകൊണ്ടാണ് നമുക്കിവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് കട്ടിങ് ഉണ്ടാകുന്നതും ടോർക്ക് ഉണ്ടാകുന്നതും. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഈ ക്ലാസ് നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. താങ്ക് യു.